റോഡ് സൈഡിൽ നിന്ന് വീഴ്ചകൾ നടത്തുന്നത് പോലെ ഈ സമുദായം പരസ്യമായി ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും ലൈംഗിക അരാജകത്വത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാലം വരാതെ അന്ത്യനാള് സംഭവിക്കുകയില്ല എന്ന് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ തങ്ങൾ പറഞ്ഞത് ഇന്ന് നമ്മുടെ വീടിന്റെ മുറ്റത്ത് നമ്മൾ കാണുന്നില്ലേ? ഇന്ന് നമ്മുടെ തറവാടിന്റെ പരിസരത്ത് നമ്മൾ ഇന്ന് കാണുന്ന സത്യമല്ലേ? സ്കൂളിലും കോളേജിലും ബസ്സിലൊക്കെ ഒന്ന് പോയി പരസ്യ. പണ്ടൊക്കെ രഹസ്യമായിരുന്നു, ഇപ്പൊ രഹസ്യ പരിപാടിയൊക്കെ ഇങ്ങോട്ട് ഇപ്പൊ പരസ്യ. ഇപ്പൊ വാപ്പ അങ്ങനെ ചോദിക്കാൻ പോയ വാപ്പാടെ മുന്നിൽ വെച്ച് പെട്ടെന്ന് ആളെ കെട്ടിപ്പിടിച്ചൊരു കൊടുത്തു. ഇയാൾ എന്തോ ചെയ്യൂടെ എന്നൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പാൻ പിടിച്ച് 2 ബ്ലോക്കുള്ള വാപ്പായ 3ാമതും കൂടെ ബ്ലോക്കായി, മൊത്തത്തിൽ അതോടെ ബ്ലോക്കാവും. അയാള് ചോദിക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം പത്രത്തിൽ പേര് വരും, പത്രം വെത്തില്ല. മകളെ ശല്യം ചെയ്തവനെ ചോദിക്കാൻ പോയതിന്റെ പേരിൽ അറ്റാക്ക് വന്ന് മരിച്ചു. ചോദിക്കാൻ പറ്റൂല. പരസ്യമായി ഇന്നിപ്പോ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന പരസ്യമല്ലോ സംഭവം. പറഞ്ഞില്ലേ? ഇതേപോലെ മൃഗങ്ങളെ പോലെ, അതാണ് അല്ലാഹു റസൂൽ പറഞ്ഞ വാക്ക്, മൃഗങ്ങളെ പോലെ. മൃഗങ്ങൾക്ക് ഇപ്പം ഇപ്പം ഒരു കാളയും പശുവും കൂടെ പോകുമ്പം ഇത് പള്ളിയായത് നമ്മുടെ കരുവാപ്പള്ളിയുടെ ഫ്രണ്ടാകുമ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ടാകാം ആ കായലിന്റെ സൈഡിലോട്ട് പോകാം. അവിടെ ആകുമ്പോ എല്ലാത്തിനും സൗകര്യം ഉണ്ടല്ലോ എന്നും പറഞ്ഞ ആ ഈറടെ മുളയുടെ സൈഡിൽ പോയി അതുപോലെ നോക്കുമോ? പട്ടികൾ പോകുന്ന നായ്ക്കള് അല്ലെങ്കിൽ പള്ളികൾ വാങ്ങി നടക്കുന്നത് നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം. അതുമല്ല അവർക്ക് റോഡിന്റെ സ്ഥലം മൃഗങ്ങൾ നബീന റസൂൽ പറഞ്ഞ വാക്കതാണ്. അതേപോലെ നമ്മുടെ ഉമ്മത്ത് അതപ്പതിച്ചു പരസ്യമായിട്ട് കെട്ടിപ്പിടിക്കും. ഹബീബുന റസൂലുള്ളാഹി തആല പറഞ്ഞ വാക്കാണ് ഹത്താ ഇന്നർ റജുല യുഗശ്ശിയൽ മർഅത അയ്യസ്നി ബിഹാ അലാ ഖാരിഅത്തി ത്വരീഖി കമാ ഖാല അലൈഹിസ്സലാം. ഹത്താ ഇന്നർ റജുല, ഒരു ചെറുപ്പക്കാരൻ, യുഗശ്ശിയൽ മർഅത, ഒരു പെണ്ണിനെ കടന്നു പിടിക്കുമത്രേ, കെട്ടിപ്പിടിക്കുമത്രേ, പൊതിയുമത്രേ. ശാരീരിക വികാരങ്ങൾ അവളിൽ അവൻ പൂർത്തിയാക്കുമത്രേ. എവിടെ വെച്ച്? ലോഡ്ജിൽ വെച്ചല്ല, വീട്ടിന്റെ ഉള്ളിൽ വെച്ചല്ല. വഴിയോരങ്ങളില്, പാർക്കില് പരസ്യമായിട്ട് ഒരാണും പെണ്ണും അവരുടെ ലൈംഗിക അരാജകത്വത്തിന് സാക്ഷ്യം വഹിക്കുന്ന, പ്രകൃതികൾ സാക്ഷ്യം വഹിക്കുന്ന ഒരു കാലം വന്നാൽ അത് ഖിയാമത്തിന്റെ അന്ത്യനാളിന്റെ അടയാളമാണ്. കമാ ഖാല റസൂലുള്ളാഹി. അഡ്വഞ്ചർ പാർക്കിൽ പോയി നോക്കിയാൽ മതി. 4 മണിക്ക് ഓരോ ഐറ്റങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോരോ സ്ഥലം റാഹത്തായിട്ട് പോയിരിക്കാം. ചില സ്ഥലത്തൊക്കെ പോയാലേ ചെടി മാത്രം അനങ്ങുന്നതാണ്. നമ്മൾ നടന്നിട്ടെന്താണ് അപ്പൊ കറാമത്ത് വല്ലതും ഉണ്ടോ ഇവിടെ? ചെടി മാത്രമാണ്. നമ്മൾ അന്വേഷിച്ച് അടുത്ത് ചെല്ലുമ്പോഴാണ് 2 എണ്ണം വിക്രമല്ലോ അവിടെ ഇരുന്നത് അത്തി നടത്തുന്നത്. ആളെ ചെടിയുടെ ചവിട്ടി ആരുമില്ല. നമ്മളിങ്ങനെ കടന്നു പോവാ. ഇത് ചെടി വലിയ ചെടിയല്ലേ? അപ്പം കാട്. ഇനി അഡ്വഞ്ചർ പാർക്കൊക്കെ തെരഞ്ഞെടുക്കും. പോയി നോക്കിയാൽ മതി. വശത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ വാപ്പന്മാരും മക്കളെ സ്കൂളിൽ വിട്ടിട്ടൊന്ന് പോകണം. നമ്മുടെ കൊച്ചുവല്ലോ ഉണ്ടോ ആ കൂട്ടത്തില്? നമ്മള് പോകുമ്പോ അറിയാം, മുസ്ലിയാർ ഇങ്ങനെ പോകുമ്പോ പെട്ടെന്ന് ഷാൾ എടുത്തിരുന്നതാണ്. അപ്പൊ അറിയുള്ളൂ മുസ്ലിമാണ്. അതുവരെയ്ക്കും മുസ്ലിം അല്ലായിരുന്നു. ഷാളില്ലല്ലോ. അത് അള്ളാഹ് കൊടുക്കുന്ന ഒരു കറാമത്താണ്. അത് അള്ളാഹിന്റെ വലിയ കുതിർത്താണ്. ഈ കൗമിനെ കാണുമ്പോൾ പെട്ടെന്ന് ഈ ഷാൾ എടുത്ത് കയറിയിടാം. ഇല്ലെങ്കിൽ നമ്മൾ അറിയത്തില്ല നീ ഏതെങ്കിലും തങ്കമായ ത്രേസ്യാമയോ ഏലിയാമെന്ന് വിചാരിക്കുള്ളായിരുന്നു. പക്ഷെ ഇത് സംഭവം ഇങ്ങനെ വന്നപ്പോ നീ റംലാണെന്ന് മനസ്സിലായി. അതിന്റെ ആവശ്യമുണ്ടോ? പോയി നോക്കാം. അവിടെ നമ്മുടെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ പറ്റുമ്പോൾ നമ്മൾ ആലോചിക്കണം. അവരിങ്ങനെ പരസ്യ ഹബീബെ പണ്ടൊക്കെ നാളിപ്പോ ബോട്ടിലൊക്കെ പോകുന്നുണ്ടോ മടിയിൽ അങ്ങനെ കിടത്തിയിരിക്കുക. ഒരു നാണവും ഇല്ല, പുളിപ്പും ഇല്ല. അള്ളാഹ് അപ്പൊ ഈ ഹദീസ് ഓർമ്മ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഓർമ്മ പരസ്യമാകും. പരസ്യമായി പട്ടാപ്പകല പെണ്ണുങ്ങളെ കൊണ്ടുവരികയും വഴിമധ്യത്തിൽ വെച്ച് അവളുടെ മാനം കവരപ്പെടുകയും ചെയ്യുമത്രേ. എത്രത്തോളം എന്ന് വെച്ചാൽ കുട്ടികളിൽ വരെ ലൈംഗിക അരാജകത്വം കടന്നു വരും. കൊച്ചുകുട്ടികളെ പോലെ ലൈംഗിക അരാജകത്വത്തിന് വേണ്ടി പിടിക്കപ്പെടുന്ന, അവരെ കിഡ്നാപ്പ് ചെയ്യപ്പെടുന്ന, അവരെ അതിനു വേണ്ടി വിധേയമാക്കപ്പെടുന്ന കാലഘട്ടം വരാതെ ലോകം അസ്തമിക്കുകയില്ല.
ഉത്തരേന്ത്യയുടെ ചരിത്രം എടുത്തു നോക്ക്. ഈ അടുത്ത സമയം മുതൽ പാവപ്പെട്ട കശ്മീരിലെ ആ പാവപ്പെട്ട പൊന്നുമോള് ആസിഫയുടെ ചരിത്രം മുതലൊന്ന് പരിശോധിച്ചു നോക്കിയാൽ അതിനു മുമ്പ് വരെ എത്രയോ ചരിത്രങ്ങളാണ്. 8 വയസ്സ്, 7 വയസ്സ്, 4 വയസ്സ്, 10 വയസ്സ്, 9 വയസ്സ്, 11 വയസ്സ് ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുകയാണ്. പാവം കുഞ്ഞുമോള് ആ പാവത്തിനെ കണ്ടാൽ, ആ പുഞ്ചിരി കണ്ടാൽ ഈ മിഠായി വാങ്ങിക്കൊടുക്കുന്നത് എന്നോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ് എന്നാണ് ആ പിഞ്ചു പൈതൽ കരുതുന്നത്. പക്ഷേ കശ്മലന്മാരാണ് മോളെ, നിന്നെ തട്ടിക്കൊണ്ടു പോവുകയാണ്. ഇനിയും നിനക്ക് നിന്റെ ഉമ്മയെ കാണണമെങ്കിൽ അത് സ്വർഗലോകത്തിൽ വെച്ച് മാത്രമേ കഴിയുകയുള്ളൂ. ആ സ്കൂൾ യൂണിഫോമോടെ, ആ സ്കൂൾ ബാഗോടുകൂടി പാല് വാങ്ങാൻ പോകുന്ന കുഞ്ഞ്, ഒട്ടകത്തിന് പാല് കൊടുക്കാൻ ഒട്ടകത്തിന് ഭക്ഷണം കൊടുക്കാൻ പോകുന്ന കുഞ്ഞ്, കുതിരയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുന്ന കുഞ്ഞ്, ആടുമാടുകളെ തീക്കാൻ പോകുന്ന കുഞ്ഞുമക്കൾക്ക് പോലും ഒരു സുരക്ഷ പോലുമില്ല, സംരക്ഷണം പോലുമില്ല. കശ്മലന്മാര്, കുറുവന്മാര് ആ കുഞ്ഞുമക്കളെ മാനഹാനി വരുത്തുകയാണ്. ലോകത്തിന്റെ നേതാവ് പ്രഖ്യാപിച്ചില്ലേ, വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചില്ലേ, ലാ തഖൂമുസ് ലോകം അസ്തമിക്കുകയില്ല ഹത്താ യുഗായിറു അലൽ ഗുലാം കമാ യുഗായിറു അലൽ മർആ. വലിയ പെൺകുട്ടികളെ പീഡിപ്പിച്ചു കൊല്ലുന്നത് പോലെ, അവരെ പീഡനത്തിന് വിധേയാക്കപ്പെടുന്നത് പോലെ കുഞ്ഞുമക്കളോട് ഈ കശ്മലന്മാർ കടന്നാക്രമണം നടത്തി ആ കുഞ്ഞുമക്കളെ പിച്ചി ചീന്തുന്ന കാലം വരാതെ ലാ തഖൂമുസ് ലോകം അസ്തമിക്കുകയില്ല. നബിയുനാ ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി അല്ലേ ഇപ്പൊ നടക്കുന്ന അതല്ലേ കുഞ്ഞുങ്ങളോട്. ആരോ ഒരാൾ പറഞ്ഞു പോലും 11 വയസ്സിനുള്ളിലുള്ള പെൺകുട്ടികളെ ബന്ധപ്പെട്ടാല് ശരീരത്തിന് ഭയങ്കര ആരോഗ്യവും ഊർജവും ഒക്കെ കിട്ടും പോലും. അത് വെച്ചിട്ട് അവരങ്ങോട്ട് തുടങ്ങിയിരിക്കുക. ആലോചിച്ച് നോക്കി. പാവം കുഞ്ഞുങ്ങളുടെ ദയയും സ്നേഹവും അനുകമ്പയും കാണിക്കേണ്ട ആ സമയത്ത് ആ കുട്ടികളെ, ആ കുഞ്ഞുമക്കളുടെ ക്രൂരത പക്ഷെ സംഭവിച്ചേ പറ്റുള്ളൂ. നബികളോടാക്കല്ലേ. നമ്മൾ വിചാരിക്കുന്നത് ആശുവയാണ്. നാളെ എത്ര കുഞ്ഞുമക്കളെ. അടുത്ത സമയത്ത് പത്രത്തിലെ കേരളത്തിൽ നിന്ന് 7000-ൽ പരം കുട്ടികളെ കാണാതെയായെന്ന് സർക്കാരിന്റെ വെളിപ്പെടുത്തല്. അതിൽ 4000-ഓളം തിരിച്ചു കിട്ടി. ബാക്കി എവിടെ പോയി നമുക്കറിയില്ല. ഇതേപോലെ ഇന്ത്യ ചരിത്രത്തിൽ എത്രയോ രാജ്യത്തെയോ നാടുകളിൽ നിന്ന് എത്രയോ സംസ്ഥാനങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ കാണാനില്ല. ഈ അടുത്ത സമയത്ത് പത്രത്തിൽ വന്നു 11-12 വയസ്സുള്ള പെൺകുട്ടികളെ ലേലം വിളിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ടത്രേ. ഇന്ത്യയുടെ ഒരു പ്രാന്തപ്രദേശത്ത് ലേലം വിളിച്ചു കൊടുക്കുന്നത് വലിയ സമ്പന്നന്മാർക്കാണ്. 11 വയസ്സ്, 10 വയസ്സ്. അത് ഏതോ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ അവള് പോയി കണ്ടുപിടിച്ച് അത് പരസ്യമായി കൊണ്ടുവന്നു. അത് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. പിന്നീട് ആ പെണ്ണും പിള്ളയും കാണാനില്ല. ആ തള്ളയെ പോലെ എവിടാത്ത പോലെ അറിയുന്നത് എനിക്ക് പാവം. എന്റെ അർത്ഥം എന്താ, എന്തൊക്കെ നടക്കും നമ്മൾ അറിയുന്നുണ്ടോ? ഹബീബായ തങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യമായി പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. തുഗാറു അലൽ ഗുലാം കമാ തുഗാറു അലൽ ജാരിയ. ചെറുപ്പക്കാരികളെ കടന്നാക്രമിക്കുന്നത് പോലെ പിഞ്ചു കുഞ്ഞുങ്ങളോട് കശ്മലന്മാർ കടന്നാക്രമണം നടത്തുന്ന കാലം വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ. വേറെ ഒരു അശ്ലീലങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സൊഡോമികളെ പ്രകൃതി വിരുദ്ധം, ആണാണുമായുള്ള ബന്ധം, പെണ്ണുമായുള്ള ബന്ധം. സൊഡോമികള് പ്രകൃതി വിരുദ്ധ ലൈംഗിക ചൂഷണം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ് ഇദസ്തഗ്നൻ നിസാഉ വൽറിജാലു ബിൽറിജാൽ ഫബശ്ശിർഹും ബിരീഹിൻ ഹംറാ تخرج من قبل المشرق فيخسف بعضهم فيمسخ بعضهم ويخسف ببعض ذلك بما عصوا وكانوا يعتدون.
കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത്രേ ആണിന്റെ ലൈംഗിക അരാജകത്വം ഒരാണിനെ കൊണ്ട് തീർക്കുകയും ഒരു പെണ്ണിനെ കൊണ്ട് തൃപ്തിപ്പെടുകയും സൊഡോമികൾ പ്രകൃതി വിരുദ്ധ ലൈംഗിക ചൂഷണം പ്രകൃതി വിരുദ്ധ ലൈംഗിക നിലപാട് ആ ഒരു പ്രവൃത്തിയുമായി ജനങ്ങൾ മുന്നോട്ട് പോയാൽ നബിയേ അവർക്കൊരു സന്തോഷ വാർത്ത പറയണേ ബരീഹിൻ തഖ്റുജു ബരീഹിൻ ഹംറാ ഓക്കി പോലുള്ള കൊടുങ്കാറ്റ് പൊടിക്കാറ്റ് നബീന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്. 124ഓളം പേര് ഉത്തരേന്ത്യയിലെ തന്നെയാണ് നശിച്ചത്, തകർന്നത്. പാവപ്പെട്ട കുഞ്ഞുമക്കളുടെ കണ്ണുനീര് ആ ഉത്തരേന്ത്യക്കാരൊന്ന് കാണണേ. എത്ര കുഞ്ഞുമക്കളാണ് പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോ പെടഞ്ഞു മരിക്കുന്നത്. ഉമ്മയുടെ പേര് വിളിച്ചു, ഉപ്പയുടെ പേര് വിളിച്ചു. പാവം അവർക്ക് മറ്റൊന്നും അറിയില്ല. ആ കശ്മലന്മാരുടെ നാട്ടിലാണ് ഏറ്റവും വലിയ പൊടിക്കാറ്റടിച്ച് 150ഓളം അടുത്തിരിക്കുകയാണ്, മരണപ്പെട്ടു. ഓർക്കണേ ഓക്കെ എന്ന ദുരന്തം എല്ലാ സ്ഥലങ്ങളെയും പിടികൂടിയില്ലേ? നമ്മൾ ചെയ്ത കുറ്റത്തിന് നാം തന്നെ അനുഭവിക്കുകയല്ല, പാപം ഒന്നും ചെയ്യാത്ത നാട്ടുകാർ പോലും ആ കുറ്റത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ. ഫത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. ഒരു ശിക്ഷയെ നിങ്ങൾ സൂക്ഷിക്കണേ, അതൊരു പ്രത്യേകമായ വിഭാഗത്തിൽ മാത്രമല്ല ഇറങ്ങുന്നത്. അത് ഇറങ്ങുമ്പോൾ അത് മൊത്തത്തിലാണ് ഇറങ്ങുക. ആ ശിക്ഷയെ നിങ്ങൾ സൂക്ഷിക്കണമേ. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത് ഫബശ്ശിറുഹും, ആ തെമ്മാടി വർഗത്തിനൊരു സന്തോഷ വാർത്ത അറിയിക്കണേ. ആ പ്രകൃതി വിരുദ്ധ നടപടിയുമായി മുന്നോട്ട് പോകുന്നവർക്ക്, ആ സൊഡോമികൾക്കൊരു സന്തോഷ വാർത്ത. തഖ്റുജു മിൻ ഖിബലിൽ മശ്രിഖ്, കിഴക്കിന്റെ ഭാഗത്ത് നിന്നടിക്കുന്ന മാരകമായ കൊടുങ്കാറ്റ്, അതിനെക്കുറിച്ചൊരു പൊടിക്കാറ്റ്, അതിനെക്കുറിച്ചൊരു മുന്നറിയിപ്പ് നൽകണേ. ഫയുഖ്സഫു ബഅ്ളുഹും ഫയുൻസഖു ബഅ്ളുഹും വയുഖ്സഫു ബിബഅ്ള്. അവരുടെ കോലം തന്നെ മാറ്റിക്കളയും, അവരെ ഭൂമിയിൽ താഴ്ത്തിക്കളയും, അവർക്കൊന്നും കാണാൻ കഴിയാത്ത അവസ്ഥയിൽ അവരെ വികൃത കോലത്തിലാക്കി കളയും. അങ്ങനെ ഒരു മാരകമായ കാറ്റിനെ ഈ സമുദായം, ഈ വർഗം പ്രതീക്ഷിച്ചു കൊള്ളേണമേ. അത് ഖിയാമത്തിന്റെ അന്ത്യനാളിന്റെ അടയാളമാണ്. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കി ദുരന്തത്തിന് എത്ര പേരെയാ DNA ടെസ്റ്റിലൂടെ പരിശോധിച്ച് ഇതെന്റെ ഭർത്താവാണ്, ഇതെന്റെ അച്ഛനാണ്, ഇതെന്റെ അമ്മയാണെന്ന് കണ്ടുപിടിച്ചതില്ലേ? അതാണ് നബി തങ്ങൾ പറഞ്ഞത് കോലം മറിച്ചുകളയും. കോലം മറിച്ചുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കഴുതയാക്കും, കൊരങ്ങനാക്കും, പുലിയാക്കുന്നില്ല. നിന്നെ തിരിച്ചറിയാൻ പറ്റില്ല, അങ്ങനെ നിന്നെ വികൃതമാക്കി കളയും പുറത്ത്. അങ്ങനെയല്ലേ സംഭവിച്ചത്? മോള് ആന്ന് പറ, ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് അതിന് കള്ളത്തരാന്ന് ആവൂലേ? നമ്മൾ കണ്ടില്ലേ, പത്രമൊക്കെ വായിക്കുന്നവരല്ലേ അങ്ങനെയല്ലേ ബോട്ടിൽ കൊണ്ടുവന്ന് ഓരോരുത്തരുടെയൊക്കെ എടുത്തിട്ട് ആരാന്നറിയില്ലല്ലോ. എത്ര പേര് അപകടങ്ങൾ സംഭവിച്ചത് ആരാന്നറിയില്ലല്ലോ. പിന്നെ DNA ടെസ്റ്റ് പരിശോധിച്ചിട്ടല്ലേ മനസ്സിലാക്കിയത് ഇത് ഇന്നാളാന്ന്. ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കെന്താ? കോലം മറിച്ചു കളയും, വികൃത കോലത്തിലാക്കി കളയുന്നു. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലപോലെ മനസ്സിലാക്കേണ്ട കാര്യമല്ലേ, ഇതൊക്കെ അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കല്ലേ. മറ്റൊരു ഹദീസിൽ നബി റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലാ തസാലുൽ ഉമ്മത്തു അലാ ഹാദിഹി ശരീഅത്തി ഹസന മാ ലം തദ്ഹർ ഫീഹിം സലാസുൻ. 3 കാര്യങ്ങൾ വെളിപ്പെടാത്തിടത്തോളം കാലം എന്റെ ഉമ്മത്തികൾ യഥാർത്ഥ ശരീഅത്തുൽ ഇസ്ലാമിൽ തന്നെയായിരിക്കും. കമാ ഖാല റസൂലുള്ളാഹി, എന്റെ ഉമ്മത്തികൾ യഥാർത്ഥ ശരീഅത്തുൽ ഇസ്ലാമിൽ തന്നെയായിരിക്കും. 3 കാര്യങ്ങൾ വെളിപ്പെടുന്നത് വരെ, അത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഇസ്ലാമിൽ നിന്ന് ചോർന്നു പോകുമത്രേ. അതായത് ഇസ്ലാമിക ആശയാദർശങ്ങൾ അവരെ കാണുകയില്ല, അവരുടെ പേര് മാത്രം ഇസ്ലാമും മുസ്ലിമും എന്നായിരിക്കും. പക്ഷേ ഇസ്ലാമിക ഒരു ചൈതന്യവും അവരെ കാണപ്പെടുകയില്ല. ഏത് മുസ്ലിം അദ്രസാക്കും അഹമ്മദ് കോയായും മുഹമ്മദ് കോയായും സൽമാനുൽ ഫാരിസിയും സിദ്ദീഖും സുബൈറും ഷബീഖും ഹസനും ഒക്കെ തന്നെ ആയിരിക്കും. ഓരോ അത് തന്നെ ആയിരിക്കും. പക്ഷേ മാഫി ഫായിദ, ഇസ്ലാമികപരമായ ഒരാശയവും ഒരാദർശവും അവരിലില്ല.
എപ്പോ 3 കാര്യം വെളിപ്പെട്ടാൽ 3 കാര്യം വെളിപ്പെടുന്നതിന് മുമ്പ് അത് വെളിപ്പെട്ടാ തീർന്നു. 3 കാര്യങ്ങൾ വെളിപ്പെടുന്നത് വരെ. ഒന്ന്, നിങ്ങളിൽ നിന്ന് ഇൽമ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഉമ്മത്ത് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമത്രേ. വഅദ് പറയാൻ ഉസ്താദുമാരില്ല, ഇമാമ നിൽക്കാൻ ഉസ്താദുമാരില്ല, ദീൻ പഠിപ്പിക്കാൻ ഉസ്താദുമാരില്ല, മക്കളെ പഠിപ്പിക്കാൻ ഉസ്താദുമാരില്ല, ഖുർആൻ പഠിപ്പിക്കാൻ ഉസ്താദുമാരില്ല, ശരീഅത്തിന്റെ നിയമവ്യവസ്ഥകളെ നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തരാൻ പണ്ഡിതന്മാരില്ല. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ സഹോദരങ്ങളെ, സമുദായമേ, ഇസ്ലാമിക ശരീഅത്തിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഈ ഭാഗം മതപ്രസംഗമൊക്കെ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇത്രയെങ്കിലൊക്കെ ഇൽമുകൾ കിട്ടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അല്ലേ? കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന്റെ അർത്ഥം അങ്ങനല്ലേ? ഇങ്ങോട്ട് വാരി അബി ഇവിടെ വന്നിരിക്കുക, അങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കുക, ഫ്രണ്ടിലോട്ട് വാ, വാ, ഇവിടെ നിന്നോ, ബക്കറ്റ് കൊണ്ടുവരുമ്പോ എന്തെങ്കിലും 500 ഇട്ടാൽ മതി, വാ, ഇല്ലാതെ ഒന്നും തരണ്ട, വാ, ലക്ഷ്മിക്കൊന്നും വേണ്ടി ഇതിൽ പൈസ ആക്കണമെന്ന് പറഞ്ഞ അവിടെ നിന്ന് പോയി ഇവിടെ വന്നിരുന്നോ, മുന്നോട്ടിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് മുന്നോട്ട് കയറിയിരുന്നു അബി, അവർക്ക് ഒരു പേടിയായി. ഈ ബാൽക്കണിയിൽ ഇരുന്ന് ശീലമുള്ളവരായിരിക്കും. അങ്ങോട്ട് കയറിയിരുന്നു, രണ്ടിലോട്ട് കസേര ഇരുന്നു. മുത്താലിമികളുള്ള ഉസ്താദന്മാര്, ഉസ്താദൊക്കെ അവിടെ ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ. അവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് ബർക്കത്തിന് വേണ്ടി 10-40 കുട്ടികളെ 10 കുട്ടികളുണ്ടല്ലോ വിട്ടതാണ്. പിന്നെ അങ്ങോട്ട് പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി പോകണ്ടേ. കാര്യം മനസ്സിലാക്കാൻ ഇവിടുന്ന് മഴയില്ല, മഴയുള്ളത് ഭയങ്കര മഴ. ഞാൻ വെച്ചിവിടെ മഴ പെയ്യുന്നു. പനിയായതുകൊണ്ട് ഇന്നും കൂടെ റെസ്റ്റ് എടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം മഴയായിരുന്നെങ്കിൽ റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് ഓർത്തിരുന്നാണ്. നോക്കിയപ്പം ഇവിടെ വന്നപ്പം മഴ പോയി, എന്താണെന്നറിയില്ല സംഭവം. ചിലപ്പോൾ വാത് തീരുമ്പോൾ മഴ വരാൻ സാധ്യതയുണ്ട്, അതിന് മുമ്പ് തീർക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു മനസ്സിലാക്കാൻ തോന്നിക്കുന്നത് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുള്ളൂ. എന്നാ ഇതൊക്കെ പഠിക്കുകയും അതുപോലെ വാളൊക്കെ വെക്കുമ്പോഴേ ഇൽമ കിട്ടുള്ളൂ. അല്ല പിന്നെ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നമുക്ക് പോയി നരച്ച് തടിയും വിറ്റോ മദ്രസയിൽ പഠിക്കാൻ പറ്റും. ആര് പഠിപ്പിച്ചു തരാൻ? നമ്മൾ മുസ്ലിയാരെ പാര വയ്ക്കാൻ പോയതെന്ന് പറയുന്നത്. പഠിക്കാൻ പോയാൽ തന്നെ പള്ളി കയറിയാൽ അങ്ങനെ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്കിനി ഇതേപോലുള്ള ഇപ്പൊ നമ്മുടെ ഉമ്മമാർ 2-3 മക്കളായ താത്താമാര് അപ്പൊ മദ്രസയിൽ പോയിട്ട് പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവർക്ക് ഇതേപോലെ നസിഹത്ത് ജനങ്ങൾക്ക് കുറച്ച് ഇതേപോലെ ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് നസിഹത്തുകൾ കൊടുക്കുക. അവർക്ക് ചിലപ്പോൾ ഇതിലൂടെ നല്ല മാറ്റം ഇൻഷാ അല്ലാഹ് അല്ലാഹ് കൊടുത്താലോ. അതിന് ഉലമാക്കൾ വേണം, അതിന് ഉലമാക്കൾ വേണം. ഇൽമു പിടിക്കപ്പെടരുത്. ഇൽമു പിടിക്കപ്പെടൽ എങ്ങനെയാണ്? ഹബീബായ തങ്ങൾ പറഞ്ഞു, ഉലമാക്കൾ മരിക്കലോടുകൂടിയാണ്. മഹാന്മാരായ ഉലമാക്കളെല്ലാം മരിച്ചു പോകും. കേവലം ചെന്നെ പോലെ ചണ്ടികൾ മാത്രമായിരിക്കും അവശേഷിക്കുക. സ്വാലിഹീങ്ങൾ ഈ ഫിത്ന ഫസാദിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ദർബാറിലേക്ക് പോകും. ചില ചണ്ടികളും ചവറുകളും മാത്രമാണ് ഭൂമിയിൽ അവശേഷിക്കുക. നമുക്ക് പിന്നെ അമലില്ല. നമ്മളൊക്കെ വെച്ച് നിങ്ങളടുത്ത് പ്രസംഗിക്കാൻ പറയുക, അല്ലാഹ് പഠിച്ചവനെ എന്ത് തെറ്റ് ചെയ്തു, ഉറപ്പ് നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തു, നിന്നെ കൂടെ പ്രസംഗിപ്പിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. തെറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്, പ്രസംഗം മാത്രം പ്രവർത്തിയില്ല. അല്ലാഹുവിനറിയാം. പഠിച്ചവ മാപ്പ് ചെയ്യട്ടെ, മാപ്പ് ചെയ്യട്ടെ. ആരാണ് പിന്നെ പറഞ്ഞു കൊടുക്കുക? ഉലമാക്കളെ കുറിച്ചൊക്കെ ഭയങ്കരമാണ്. അല്ലാഹു റസൂലൊക്കെ പ്രസംഗിച്ച ഹദീസൊക്കെ എടുത്ത് വായിച്ചപ്പോ ഈ വാള് നിർത്തിയാലോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. അത് നിർത്തിയാലോ എന്ന് ആലോചിച്ചു പോയി. കാരണം മുയ്യാക്കന്മാരെ കുറിച്ചൊക്കെ ഭയങ്കര മോശമായിട്ടല്ല പറഞ്ഞേക്കുന്നത്. നബിതങ്ങൾ പറഞ്ഞ അതീതെല്ലാം കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെല്ലാം ഇവിടുന്ന് ഓടേണ്ടി വരും. എന്ത് ചെയ്യാൻ പറ്റും? പ്രസംഗിക്കാതെ പിന്നെ ഈ പ്രസംഗത്തിന്റെ പേരിലും ഈ ഇമാമത്തിന്റെ ഒക്കെ പേരിൽ കുറച്ചൊക്കെ സൂക്ഷ്മത പാലിക്കാൻ പറ്റും. അങ്ങനെ നിന്ന് പോകുന്ന ഇതും കൂടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഞങ്ങളെക്കാട്ടിലും വെച്ചു. ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെയെങ്കിലൊക്കെ പിടിച്ചിരിക്കാൻ പറ്റും. ഷാളും തൊപ്പിയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പണിയാൻ വെളിയിൽ പെട്ടെന്ന് കളിക്കാൻ പറ്റില്ലല്ലോ. കൂടുതൽ കളി നടന്നു കഴിഞ്ഞാൽ അപ്പോഴെല്ലാവരും അറിയാം. അപ്പൊ അതുകൊണ്ട് അത് അല്ലാഹ് ചെയ്തൊരു ഞാമത്താണ്. അതേപോലെ ശിയാക്കന്മാരെ കാണുമ്പോൾ പെണ്ണുങ്ങൾ അവർക്ക് മറിക്കുന്നത് പോലെ അത് അവർക്ക് അല്ലാഹ് പേടിയുള്ളത് കൊണ്ടല്ല, നമുക്കും അല്ലാഹ് പേടിയുള്ളത് കൊണ്ടല്ല. നമ്മുടെ ആഗ്രഹം അവരെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുകൊണ്ടാണ്. അവർക്കും ഒരാഗ്രഹം നമ്മളെ കാണിക്കണമെന്നുമാണ്. പക്ഷേ ഉസ്താദന്മാരായതുകൊണ്ട് പറ്റൂല. അതുകൊണ്ട് നമ്മളെ കാണുമ്പോൾ പെട്ടെന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ തുണിയൊക്കെ എടുത്തുള്ളതൊക്കെ മൂടി പറ്റുന്ന ഉസ്താദ് പോയെന്ന് കഴിഞ്ഞാൽ ഷെഫീഖിനെ പറഞ്ഞവരെ കാണുമ്പോൾ തുറന്നിട്ടിട്ട് എന്തുകൊണ്ടാണ് വിശേഷം? ഇപ്പൊ മുസ്ലിയാരുടെ മുന്നിൽ ഹലാലും അവിടെ ഹറാം. അതെന്ത് പരിപാടിയാണ്?
അപ്പൊ പാടില്ല. മൊത്തത്തിൽ ഒറ്റ നിയമമേ ഉള്ളൂ, അത് ആരെയും കാണാൻ പാടില്ല. അതിന്റെ നിയമം ആണുങ്ങൾ മരിച്ചാൽ പെണ്ണുങ്ങൾ മയ്യത്ത് കാണാൻ പാടില്ല, പെണ്ണുങ്ങൾ മരിച്ചാൽ ആണുങ്ങൾ മയ്യത്ത് കാണാൻ പാടില്ല. അതാണ് അതിന്റെ നിയമം. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ നാട്ടിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളല്ലേ, പോയാൽ കണ്ടില്ലെങ്കിൽ അവിടെ പ്രശ്നമാവൂലേ? പക്ഷെ നിയമമാണത്. ആ നിയമങ്ങൾ ഹയാത്തോടുകൂടി ഇരിക്കുമ്പോഴുമുണ്ട്, മരണപ്പെട്ടാലുമുണ്ട്, ജീവിച്ചിരുന്നാലും മരിച്ചാലും ഒക്കെ ആ നിയമങ്ങളാണ്. പക്ഷെ നമ്മളത് പാലിക്കുന്നില്ല. അതാണ് നമ്മൾ ഇസ്ലാമിൽ പുറകോട്ട് പോകുന്നത് പറഞ്ഞത്. ഉലമാക്കൾ പറഞ്ഞാൽ കേൾക്കുവോ? മുസ്ലിയാർ പറയുന്നു നിങ്ങളത് കാണാൻ പാടില്ല, അല്ലേ ആണുങ്ങളുടെ മയത്ത് പെണ്ണുങ്ങൾ കാണരുത്, പെണ്ണുങ്ങളുടെ മയത്ത് ആണുങ്ങൾ കാണരുത് എന്ന് പറഞ്ഞാൽ നാളെ മുതൽ കരുവക്കാരത് വെക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കുഴി വരെ കാണിക്കും, കുഴിലോട്ടിൽ തെള്ളി വന്നു. എന്നാ പിന്നെ അതും കൂടെ അവർക്കൊരു കൂട്ടുവായി ല്ലേ? ഈ കബറിനകത്തൊക്കെ വെച്ചൊന്ന് കാണിക്കരുത് അബീവേ. ഈ മരിക്കാറായി വർഷങ്ങളോളം ബെഡിൽ കിടക്കുമ്പോ നിങ്ങൾക്ക് വന്നൊന്ന് സാന്ത്വനപ്പെടുത്തുകയോ ഒരു വാക്ക് പറയുകയോ ഒന്ന് ദുആരിക്കുകയോ ചെയ്യണം. അതാണ് ഹക്ക് യഥാർത്ഥത്തിൽ. അത് മരിക്കുന്ന സമയത്ത് എന്ത് നാടകമാണ്, എന്ത് കരയല്ല. ഈ നിന്റെ കരച്ചിലോടുകൂടി ആ മയ്യത്ത് ഇടി ഒന്നുകൂടെ കിട്ടും. രണ്ടിടി കൊടുക്കാൻ ഉള്ള തീരുമാനിച്ചു. നീ വന്ന് കരഞ്ഞത് കൊണ്ട് ഒന്നുകൂടെ എക്സ്ട്രാ ആയി. മരിക്കുന്നതിന് മുമ്പ് ആ സഹോദരനെ പോയി കണ്ട് സമാശ്വസിപ്പിക്ക്. വർഷങ്ങളായി ബെഡിൽ കിടക്കുന്നവരുണ്ട്, വർഷങ്ങളായി രോഗബാധിതരായി കിടക്കുന്നവരുണ്ട്. അവരെ പോയി അടുത്തുപോയി ഒന്ന് ദുആ ചെയ്ത് തലയിൽ കൈയൊക്കെ വെച്ച് സൂറത്തുൽ ഫാത്തിഹ ഒക്കെ ഒന്ന് ഊതി അവർക്കൊരു സന്തോഷം സമാധാനം ഒക്കെ പറയുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് പൊരുത്തപ്പെടണമൊക്കെ ചോദിക്കുന്നതിന് പകരം വിളിച്ചു പറയും, ഇവിടെ എന്തെങ്കിലും ആയോന്ന് വിളിച്ച് പറയണം കേട്ടോ, എന്തെങ്കിലും ആയോന്ന് വിളിച്ച് പറയണേ. അതാ പറയുന്നത്. എന്താ മരിച്ച വഴിയായ പറയണേ വരാൻ വേണ്ടിട്ട്. ഇയാൾ വന്ന് മയ്യത്ത് കണ്ടിട്ട് എന്തോ വിട്ടാനാണ് സംഭവം? എന്നാ സുഖമില്ലാതെ കിടക്കുന്ന നീ 2 താറാമുട്ടയോ 2 കാടമുട്ടയോ മേടിച്ചുകൊണ്ടൊന്ന് കൊടുത്ത് അവരടികെ പോയിരുന്നു ഒരു 500 രൂപ തലങ്ങടിയിലൊക്കെ വെച്ച് കൊടുത്ത് കയ്യും കാലൊക്കെ ഒന്ന് നെക്കി തടവി കൊടുത്ത് മാമി പോയിട്ട് വരട്ടെ, ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച വരാം, അള്ളാഹു തൗഫീഖ് വേണ്ടേ വരാം എന്ന് പറഞ്ഞു പോയി. പിറ്റേ ദിവസം മാമി മരിച്ചെന്ന് ഫോണും വന്ന അവർക്ക് ഒരു സന്തോഷമായി. അൽഹംദുലില്ലാഹ് ഞാൻ ഒന്ന് കണ്ടല്ലോ, ഹയാത്തോടുകൂടി ഒന്ന് കണ്ടല്ലോ, ചിരിച്ചല്ലോ, എന്നെ പൈസ ഒക്കെ വാങ്ങി വെച്ചല്ലോ എന്ന് മനസ്സിലായിരുന്നു. ഇത് നാളെ പോവാന്ന് പറഞ്ഞു ഇതിലെ ആള് മരിച്ചു ഫോണും വന്നു പോകാനും പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് മനുഷ്യ എന്നെ കെട്ടിയവനെ പിടിക്കും കുത്തിന് കറി നിങ്ങൾക്കൊന്നും പറയാൻ പറ്റും. കാണാൻ മാമി സൂലയുടെ എത്ര മാസം ഒന്ന് കാണാൻ പോ ആള് മരിച്ചല്ലോ. അതിനെന്താ നമുക്ക് പോയി കവറിനകത്ത് പോയി കണ്ടൂടെ? അങ്ങനെയുള്ളവരാണ് അവസാനം ഈ കവറിനകത്ത് വന്ന് കാണുന്നത്. ആരെയും കൂടെ കൂട്ടിന് അതിനകത്തോട് വെള്ളിയിട്ട് കവറിന് പോയി പിന്നെ ആ കാണൊക്കെ എന്തിനാ അങ്ങനെ കാണുന്നത്? എന്റെ ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സഹോദരങ്ങളൊക്കെ ഇപ്പൊ കാണുന്നത് അങ്ങോട്ടൊക്കെ നിയമങ്ങളാണ്. ഞാൻ ഉസ്താമാരോട് ചോദിച്ചോ, ഉസ്താമാർ ആരെങ്കിലും നിങ്ങൾക്ക് അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞതിന് എന്താ ഉസ്താദന്മാര് പറയുന്നത് സ്വീകരിക്കൂല. ഉദാഹരണം 1. രണ്ടാമത്തെ ഉദാഹരണം പനിയാണ് എന്ന് ഞാൻ പറയുന്നു. പനിയായിട്ടേ പനി എന്ന് പറയത്തുള്ളൂ, കള്ളത്തരം പറയില്ല. സംഘാടകര് പറയും വന്നേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പൊ ഉസ്താദ് പറയുന്നത് അവർക്ക് വിശ്വാസമില്ല, അതുകൊണ്ടാണ്. അതല്ലേ എന്റെ അർത്ഥം. വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഉസ്താദ് പറയുന്നത് വിശ്വാസമില്ല. അപ്പൊ ഉലമാക്കൾ പറയുന്നതിന് അംഗീകരിക്കുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതല്ലേ എന്റെ അർത്ഥം, അല്ല വേറെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ് ഞാൻ ഈ പറയുന്നത്. ഹദീസ് ഓതണം. ഒരു കാലഘട്ടം എന്റെ സമൂഹത്തിന്റെ മേൽ സംജാതമാകും. അന്ന് ഉലമാക്കളുടെ വാക്കുകളെ പിൻപറ്റപ്പെടുകയില്ല. ഉസ്താദന്മാര് പറയുന്നത് സ്വീകരിക്കൂല. നമ്മുടെ നാട്ടിലെ കാരണവന്മാരുണ്ട്, ആ കാരണവന്മാരെ കണ്ടാൽ ബഹുമാനിക്കുകയില്ല. പണ്ടൊക്കെ കാരണം നമ്മുടെ മഹലിലെ 90 വയസ്സുള്ള ഉപ്പ, ഒരു 85 വയസ്സുള്ള അല്ലെങ്കിൽ നല്ല ഒരു മുതിർന്ന ഉസ്താദ്, പണ്ടത്തെ എല്ലാവരും ബന്ധുക്കൾ പോലും ആദരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ നമ്മുടെ നാട്ടിൽ കാണും. അവരുടെ മുന്നിലൊക്കെ തട്ടുപടി കൊടുത്തിട്ട് ചെറുപ്പക്കാരെ വിളിക്കും. അങ്ങനെ തന്നെ നിൽക്കും. ഒരതവില്ലാതെ മര്യാദയില്ലാതെ അങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടം വരാതെ അന്ത്യനാള് സംഭവിക്കുകയില്ല. ഹബീബുനാ റസൂലുള്ളാഹി ആലിമ്യങ്ങളും മഹാന്മാരെയും അല്ലെങ്കിൽ സ്വാലിഹ്യങ്ങളൊന്നും കണ്ടാൽ അങ്ങോട്ട് പൊരുത്തപ്പെടില്ല. സ്വാലിഹികൾ ഇവരെ കാണുമ്പോ പേടിച്ചിട്ട് വേറെ ഒരു വഴിയിലൂടെ കടന്നു പോകുമത്രേ. കുറെ ചെറുപ്പക്കാരൊക്കെ നെറ്റിൽ കളിച്ച് റോഡിന്റെ സൈഡിൽ ഇരിക്കുന്ന കണ്ടാല് ഉസ്താദ് നമ്മൾ അതുവഴി പോകണ്ട, അവന്മാര് വേറെ കുണ്ടന്മാർ അവിടെ ഇരുന്നുകൊണ്ട് കളിച്ചോണ്ടിരിക്കുക, നമുക്ക് അതുവഴി പോയിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് വേറെ വഴി കൂടെ പോകാം, അവിടെ ഇരുന്നിട്ട് വലിയ കൂടെ പോയി അവന്മാരെ നമ്മളെ കുണ്ടന്മാരുടെ കൂട്ടുകാരെന്ന് അർത്ഥം. നീ ചിരിക്കുന്നത്
ഇവിടെ വേറെ മോശം വടക്കോട്ട് പോയി പ്രസംഗിച്ചിട്ട് അങ്ങനെ തന്നെയാണ്. അതാണ് ഈ പ്രശ്നം. ഞാൻ തിരുവനന്തപുരത്ത് പോയി പിന്നെ ഖുർആൻ ഓത്തുന്നൊക്കെ പറഞ്ഞപ്പോൾ അവരോട് ഉസ്താദ് എഴുതി വെച്ച് തെറിയാന്ന്. അപ്പൊ എന്റെ നാട്ടിലത്തെ തെറി ഞാൻ തന്നെ മറന്നു. വടക്കോട്ട് പ്രസംഗിക്കാൻ പോയിട്ട് അവിടുത്തെ തെറിയല്ല എനിക്കറിയാം. അതാ ഞാൻ നേരത്തെ പൂച്ചിന്ന് പറഞ്ഞപ്പോ അവിടെ ഞാൻ പോയി പറഞ്ഞ അല്ലോ ഇടി എപ്പോ കിട്ടിയെന്ന് വെച്ചാൽ ഇവിടെ അതും പ്രശ്നമില്ല. അപ്പൊ എന്ന് പറയുന്നത് പോലെ കൂട്ടുകാരെന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. മലപ്പുറത്ത് 2 സ്ഥലത്ത് തന്നെ ഉപയോഗിക്കും. ഇണ്ടന്മാരും നല്ല കൂട്ടുകാർ, സുഹൃത്തുക്കള് എന്ന് പറയും. പിന്നെ വേറെ ഒരു മോശമായ രീതിയിലും പറയാറുണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് അങ്ങനെ നല്ല രീതിയിൽ ചിന്തിച്ചാൽ മതി, മോശം ചിന്തിക്കേണ്ട. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഉലമാക്കളെ പിൻപറ്റപ്പെടുകയില്ല ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ. അതിന്റെ അർത്ഥമാണ് ഉലമാക്കളുടെ ഈ പ്രസംഗങ്ങളൊന്നും ഈ ഉമ്മത്തിന് ഗുണം ചെയ്യില്ല എന്നർത്ഥം. ഖിയാമത്തിന്റെ അടയാളം. ഉസ്താദ്മാര് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനൊന്നും പറ്റൂല. സാലിഹീങ്ങളൊക്കെ അവരുടെ കാണുമ്പോൾ തന്നെ പേടിച്ച് വേറെ വഴിയിലൂടെ പോകും. ഇപ്പൊ നമ്മുടെയൊക്കെ മഹല്ലുകളില് കമ്മിറ്റി മെമ്പറും പ്രസിഡന്റൊക്കെ ആയിട്ട് വരുന്നത് നമ്മൾ പഠിപ്പിച്ച ആളുകളെ കുട്ടികളായിരിക്കും. ചില ഉസ്താദന്മാർക്ക് പള്ളിയിൽ ഒരു 20 വർഷം 25 വർഷമൊക്കെ ഇരിക്കും. അപ്പൊ ഇവര് പഠിപ്പിച്ച മദ്രസയിലെ പഠിപ്പിച്ച കുട്ടികളായിരിക്കും വളർന്നു വന്ന് ഈ ഉസ്താദിന്റെ തലയുടെ മുകളിൽ കയറിയിരിക്കുന്നത് പ്രസിഡന്റായിട്ട്. ഞാൻ പഠിപ്പിച്ചു, ഈ ഉസ്താദ് പഠിപ്പിച്ച് കല്യാണം കഴിഞ്ഞ ഉസ്താദ് കഴിച്ചു കൊടുത്തത്. എന്നിട്ട് അവര് കമ്മിറ്റി കൂടി ആരും തീരുമാനം എന്താ ഈ മൊഴിയാരോട് മാറ്റണം. ഉദാഹരണം പറഞ്ഞിരുന്ന കേട്ടോ. അന്നാ അപ്പൊ ഇവൻ പറയണ്ട, അവനെ അവന്റെ വാപ്പായൊക്കെ പഠിപ്പിച്ചത് ഞാനാണ്, അവനിപ്പൊ വളർന്ന് ഇങ്ങോട്ട് വന്ന് എന്നെ മാറ്റാൻ അവനോട് തീരുമാനം എടുത്തിരിക്കുകയാണ്. ആ ഉസ്താദിന്റെ മനസ്സിന് വലിയ വിഷമമായിരിക്കും. പൊതുവെ അങ്ങനെ നമ്മൾ കാണാറുണ്ട്. പല സ്ഥലങ്ങളിലും പല പള്ളികളിലും അങ്ങനെ കാണാറുണ്ട്. എന്തുവാകട്ടെ, പക്ഷെ എന്നാൽ അദബും ഗുരുത്വത്തോടു കൂടി ആയിരിക്കണം ഏത് കാര്യമായാലും ശരി. അദബും ഗുരുത്വവും നമുക്കത് ആവശ്യമാണ്. ഗുരുത്വം വിട്ടിട്ട് നമ്മൾ അപ്പം തിന്നാൻ പാടില്ല. അത് നമുക്ക് ഏറ്റവും വലിയ നാശത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പൊ അത് ഉലമാക്കളുടെ വാക്കുകളെ സ്വീകരിക്കാത്ത ഒരു കാലഘട്ടം വരുമത്രേ. അതൊക്കെ നല്ല സാലിഹ്യങ്ങളുടെ വാക്കുകളാണ്, എന്നെ പോലെ അല്ല. ഖിയാമത്തിന്റെ അടയാളമായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ഇന്നി അഖ്വഫു മാ ഖാഫു അലൈക്കും ബഅദി സലാത്ത്. 3 കാര്യങ്ങളെയാണ് എനിക്ക് ശേഷം നിങ്ങളെ ഞാൻ ഭയപ്പെടുന്നത്. ഒന്ന്, മാ യഫ്തഹില്ലാഹു അലൈക്കും സഹറത്തു ദുനിയ. ദുനിയാവിന്റെ അലങ്കാരം നിങ്ങളുടെ മേൽ അല്ലാഹു തുറന്നു തരുമത്രേ. ദുനിയാവ് നിങ്ങൾക്ക് അങ്ങോട്ട് വിശാലാക്കി തരും, അടിപൊളിയാക്കി തരുമെന്നർത്ഥം. ഞാനത് ഭയപ്പെടുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പറയുന്നു, ഫൈനല്ലാഹ ഫാത്തിഹുൽ ലക്കും അർള ഫാരിസ വറൂം. അമേരിക്കയും യൂറോപ്പിനെയും അല്ലാഹു വിശാലമാക്കിയതുപോലെ അവർക്ക് സുഖലോലുപരായി ജീവിക്കാനുള്ള സൗകര്യങ്ങളും ദുനിയവി വിഭവങ്ങളെല്ലാം അല്ലാഹു അവർക്ക് തുറന്നു കൊടുത്തതുപോലെ ഫൈനല്ലാഹ ഫാത്തിഹുൽ ലക്കും സഹറത്തദ് ദുനിയ. ദുനിയാവിന്റെ ആലങ്കാരികത, മനോഹാരിത അല്ലാഹു നിങ്ങൾക്ക് തുറന്നു തരുമത്രേ. വതുസബ്ബു അലൈക്കും അദ്ദുനിയ സബ്ബാ. നിങ്ങളപ്പോ ഈ സുഖലോലുപതയുടെ മടിത്തട്ടിലും നീന്തി കുളിക്കുമത്രേ. ഹത്താ ലാ യുസീഗതും മഅദി. എന്റെ സുന്നത്തിനെ പിൻപറ്റിയവരെ പിഴച്ചു പോവുകയില്ല. ഇന്നസാഗതും ഇല്ലാഹിയ. അന്ന് പിഴയ്ക്കുന്നവർ ഈ യൂറോപ്യൻ സംസ്കാരത്തെ പിൻപറ്റിയവരായിരിക്കും. പറഞ്ഞ വാക്കാട്ടോ, അള്ളാഹ് വിശാലാക്കി തരുമെന്ന്, വിശാലാക്കി തരുമെന്ന്. നല്ല അടിച്ചു പൊളിക്കാനുള്ള സൗകര്യം. ആണും പെണ്ണുമായി കൂട്ടുകെട്ട് നടക്കും, ചുംബിക്കും, കെട്ടിപ്പിടിക്കും, മൊബൈൽ സന്ദേശങ്ങളൊക്കെ നടക്കും, വ്യഭിചരിക്കും, എല്ലാ സംവിധാനങ്ങളും നടക്കും. പക്ഷേ ആർക്കും ചോദിക്കാൻ അവകാശം ഉണ്ടാവുകയില്ല. ഒരാണും പെണ്ണും ഒളിച്ചോടിയാൽ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോയി നീ ഇഷ്ടപ്പെടുന്ന കാമുകനോടൊപ്പം ഒളിച്ചോടി, കാമുകനോടൊപ്പം ഒളിച്ചോടി തന്നെയാണ് പോകാനുള്ള അനുവാദം കോടതിയിൽ നിന്ന് ഗവൺമെന്റ് വാങ്ങിത്തരും. വാപ്പാക്ക് സ്ഥാനമില്ല, ഉമ്മാക്ക് സ്ഥാനമില്ല. തുസബ്ബു അലൈക്കും അദ്ദുനിയ സബ്ബാ. എത്ര വൃത്തിഹീനമായ അശ്ലീലമായ പരിപാടികൾക്കും ദുനിയാവ് നിനക്ക് പൂർണ്ണ സപ്പോർട്ട് ചെയ്യുമത്രേ. ശരിയല്ലേ? കോടതിയിലേക്ക് നമ്മുടെ മോളെ കൂട്ടിട്ട് പോകും. ഒളിച്ചോടി പോകുമ്പോൾ കോടതിയിൽ പോകുമ്പോൾ കോടതി ചോദിക്കുമ്പോൾ പറയുന്ന വാക്കെന്താ? എനിക്ക് കാമുകന്റെ കൂടെ പോയാൽ മതി. അതല്ലേ പറയുന്നത്.
18 വർഷം 20 വർഷം വരെ പഠിപ്പിച്ച മാതാപിതാക്കൾ എവിടെ? ആ ഉമ്മ എവിടെ? ഉപ്പ എവിടെ? ആ ഉപ്പയുടെ ഉമ്മയുടെ ചാരത്ത് കിടന്ന് വളർന്ന പൊന്നുമോളെ ഒരു ദുർബല നിമിഷത്തില് കോളേജിന്റെ പരിസരത്ത് വെച്ച് ഏതെങ്കിലും ഒരു വൃത്തികെട്ടവന്റെ പുഞ്ചിരി കണ്ടുകൊണ്ട് അവന്റെ കള്ളലാളിത്യത്തിലും സ്നേഹത്തിലും വ്യാജവിദ്യയിലും വീണുകൊണ്ട് വർഷങ്ങളായി ആറ്റുനോട്ടിലിനെ വളർത്തിയ നിനക്കെല്ലാ താങ്ങും തണലും സഹായ സംരക്ഷണങ്ങളും നൽകിയ എന്റെ പൊന്നുപ്പയെ, നിന്റെ പൊന്നുമ്മയെ കാലിന്റെ കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് പുറംകാലി കൊണ്ട് നീ വലിച്ചെറിഞ്ഞില്ലേ മോളെ? അപ്പൊ വേണ്ട ഉമ്മ വേണ്ട. ദുനിയാവിൽ അടിച്ചുപൊളിച്ച് ജീവിക്കാൻ ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. കോടതിയിൽ സപ്പോർട്ട്. ഹബീബായ തങ്ങൾ പറഞ്ഞു തുസബ്ബു അലൈക്കുമു ദുനിയാ സബ്ബാ ലാ തഖൂമു സഅ അബ്നാ ഹത്താ അബ്നാ സദീഖഹു വഖസാബാ. ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ടും യോജിക്കുന്ന ഒരു കാലം വരികയും മാതാപിതാക്കളെ അവഗണിക്കുകയും പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന കാലം വരുന്നത് വരെ ലോകം അസ്തമിക്കുകയില്ല. ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സുവർണ്ണ മക്കളെ ഹബീബായ തങ്ങൾ വന്ന വാക്കാണ്. സംഭവിക്കുന്നല്ലേ ഇന്നത്തെ കാലത്ത്? സംഭവിക്കുന്നല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഒന്നാമത് പറഞ്ഞ 3 കാര്യം ഞാൻ ഭയപ്പെടുന്നതിൽ. ഒന്ന്, നിങ്ങൾക്ക് ദുനിയാവ് അങ്ങോട്ട് തുറന്നു വരുമല്ലോ, അടിച്ചു പൊളിക്കാം. നല്ല വീട്, നല്ല പെണ്ണ്, പിന്നെ യാത്ര പോകുമ്പോഴൊക്കെ ഇഷ്ടപ്പെടുന്ന പെണ്ണ്, ഹോട്ടലിൽ അടിപൊളി പെണ്ണുങ്ങള്, ഇഷ്ടമുള്ള വാഹനം ആഡംബര വാഹനങ്ങള്, ആരും ചോദിക്കാനൊന്നുമില്ല, ഇഷ്ടമുള്ള മദ്യം, ഇഷ്ടമുള്ള ബിയർ, ആരെ വേണമെങ്കിലും ഇഷ്ടപ്പെടുന്നത് മുഴുവൻ അല്ലാഹു തുറന്നു തരും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് യാഥാർത്ഥ്യമായി. എവിടെ 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 കേട്ടോ? 6 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്തെടുക്കണമേ. അതിൽ ഒന്നാമതിലെ വിധങ്ങൾ പറഞ്ഞ വാക്ക് ഇമാരത്ത് സുഫഹാ. വിഡ്ഢികളായ ഭരണാധികാരികൾ കടന്നു വരുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ദീനുമായി നിങ്ങൾ അടുക്കണേ. വിഡ്ഢികളായ ഭരണാധികാരികൾ വരും. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാ. വിശുദ്ധമായ ഹറമിന്റെ മണ്ണ് സ്ഥിതി ചെയ്യുന്ന രാജ്യത്ത് അല്ലാഹുവിന്റെ ശിർക്കിനെ ആ നാട്ടിൽ നിന്ന് പായിച്ച മണ്ണാണ്. തൗഹീദിന്റെ കൊടി കുത്തപ്പെട്ട മണ്ണിന് എല്ലാ ഹറാമുകൾക്കുമുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യവും അതിനുള്ള ലൈസൻസും കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുമ്പോ 1000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ മുത്തായ ഹബീബായ തങ്ങൾ പറഞ്ഞത് 21ാം നൂറ്റാണ്ടിന്റെ സുപ്രഭാതത്തിൽ അത് യാഥാർത്ഥ്യമായില്ലേ? നിങ്ങൾ വിചാരിക്കും സൗദി അറേബ്യയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് പലത വേണ്ട, പെണ്ണുങ്ങൾക്ക് ലൈസൻസ്, നാടകങ്ങള്, സിനിമാ തിയേറ്ററുകള്, ബാറുകള്, ഇതെല്ലാം അവിടെ തുടങ്ങാൻ അവിടുത്തെ ഗവൺമെന്റ് തീരുമാനമെടുക്കുമ്പോ 1000 വർഷങ്ങൾക്ക് മുമ്പ് അതേ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെയാ ലോകത്തിന്റെ മുത്ത് പറഞ്ഞത് പരിശുദ്ധമായ ദീൻ ഹറമൈനി ശരീഫൈനിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാലഘട്ടം വരും സ്വഹാബ. ആ കാലഘട്ടം ഈ ലോകത്തിന്റെ അന്ത്യം കുറിക്കുന്ന കാലഘട്ടമാണ്. മദീന, പരിശുദ്ധമായ ഈമാൻ, പരിശുദ്ധമായ ഇസ്ലാം, അത് മദീനയിൽ കിടന്ന് മാത്രം കളിക്കുന്ന ഒരു കാലം വരുമത്രേ. മക്കയിൽ മാത്രം ഒതുങ്ങുന്ന കാലം വരുമത്രേ. ബാക്കിയുള്ള പ്രാന്തപ്രദേശങ്ങളിലൊന്നും അല്ലാഹുവിന്റെ ദീനിനെ ഒരു അംശം പോലും ലവലേശം പോലും സ്വീകരിക്കാത്ത നാമധാരികളായ മുസ്ലിമീങ്ങളായിരിക്കും. അങ്ങനെ ഒരു കാലം വരുന്നത് വരെ ലോകം അസ്തമിക്കുകയില്ല. നബിയുനാ റസൂലുള്ളാഹി വന്നു തുടങ്ങിയോ? അല്ലാഹുവിന്റെ റസൂൽ നമ്മൾ പറഞ്ഞ നമുക്ക് ഇതിലൊന്നും വലിയ അത്ഭുതമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും വലിയ വിഷമമാണ്. സൗദി അറേബ്യയിൽ സിനിമ തിയേറ്റർ തുറന്നു, ഹജ്ജിന് പോകുന്നതിനേക്കാൾ ആള് കൂടുതലാണ്. ഇവിടെ മസാജ് സെന്റർ തുടങ്ങി, നിങ്ങൾക്ക് അറിയോ? ഒന്നും പറയാൻ പറ്റില്ല. മസാജ് സെന്റർ നേരത്തെ പറഞ്ഞ പോലെ കുണ്ടന്മാരുടെ മസാജ് സെന്റർ ഉണ്ട്. ഇന്നലെ ഒരു ചങ്ങാതി ഗൾഫിൽ നിന്ന് സൗദിയിൽ നിന്ന് ഇന്നലെ എന്നോട് അറബികൾ ക്യൂ നിൽക്കാൻ, ഫിലിപ്പൈനികളെയും അവിടുന്ന് ഇവിടുന്നൊക്കെ ചെറിയ കുട്ടികളെല്ലാം കൊണ്ടുവന്നിട്ട് മസാജ് ചെയ്യിപ്പിക്കും. ഇതിനാ മസാജ് ചെയ്യിപ്പിക്കാൻ ഹബീബായ തങ്ങൾ പറഞ്ഞു നടക്കണ്ടേ? എന്റെ പൊന്നു സഹോദരങ്ങളെ,
നിങ്ങൾ ഈ കരുവയിൽ കരിമീൻ തിന്നോണ്ടിരുന്നാൽ മതിയോ? ഇതൊക്കെ കേൾക്കണ്ടേ? നബിതങ്ങൾ പറഞ്ഞ വാക്കായി ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് നബിതങ്ങൾ പറഞ്ഞു നോക്കുന്ന. വിഡ്ഢികളായ ഭരണാധികാരികളെ അധികാരത്തിന്റെ ചെങ്കോല് പിടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുത്തു വരണമേ. നബിതങ്ങൾ അടുത്തില്ല കേട്ടോ. എല്ലാം സെയിം കറക്റ്റ് കാര്യങ്ങളാണ്. ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹുവിനോട് നബി റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആദക്കല്ലാഹു യാ കഅബ് മിൻ ഇമാറത്തി സുഫഹാ. വിഡ്ഢികളായ ഭരണാധികാരികളെ തൊട്ട് അല്ലാഹു നിന്നെ സഹായിക്കട്ടെ. നല്ലപോലെ മനസ്സിലാവും, ശ്രദ്ധിച്ചോണ്ടിരുന്നോ കേട്ടോ. കുറെ കാര്യം പറയാനുണ്ട്, നല്ലപോലെ കേൾക്കണം. പത്തരയാകുമ്പോ നിർത്തിയേക്കാം, പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് വിട്ടേക്കാം. വിഷയം കേൾക്കട്ടെ, കാര്യങ്ങൾ കേട്ടെ, പഠിക്കണ്ട. മഴ പെയ്യും. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്. എനിക്ക് പിന്നെ മറച്ചേക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഇല്ല ഹദീസാ. സംശയമുള്ളവർ വന്നു ചോദിച്ചോ, പറഞ്ഞുതരാം ഏതൊക്കെ കിതാബ് കൊണ്ട് നിങ്ങളുടെ തരും, നിങ്ങൾ തന്നെ വായിച്ചോ. വായിക്കും തരാനൊന്നും പറ്റില്ല, പള്ളിയും പുള്ളിയൊന്നും കാണൂല സംഭവം. വായിക്കാൻ അറിയാവുന്നൊരു വായിച്ചു തരും, നല്ലപോലെ വായിച്ചു തരും. ഹബീബായ നമ്മൾ പറഞ്ഞ വാക്കാണ്. കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു തആല നബിതങ്ങളെ സമീപിച്ചപ്പോ നബിതങ്ങൾ ആ സഹാബിയോട് പറയുകയാണ്, ആദക്കല്ലാഹു യാ കഅബ് മിൻ ഇമാറത്തി സുഫഹാ. വിഡ്ഢികളായ ഭരണാധികാരികളിൽ നിന്ന് അല്ലാഹു നിന്നെ സഹായിക്കട്ടെ. അദ്ദേഹം അപ്പോൾ ചോദിച്ചു, വമാ ഇമാറത്തു സുഫഹാ യാ റസൂലല്ലാഹ്. വിഡ്ഢികളായ ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ ആരാണ് നബിയേ? ഹബീബായ റസൂലുള്ളാഹി നമ്മൾ പറഞ്ഞ വാക്കാണ്, ഉമറാഉ യകൂനൂന ബഅദീ. ഒരു വിഭാഗം അമീറന്മാരാണ്, ഒരു വിഭാഗം നേതാക്കന്മാരാണ്, ഒരു വിഭാഗം രാജാക്കന്മാരാണ്. യകൂനൂന ബഅദീ, എനിക്ക് ശേഷം അവരെ കടന്നു വരും. ലാ യഖ്തദൂന ബിഹദീ, എന്റെ സുന്നത്തിനെ, എന്റെ ഹിദായത്തിന്റെ വഴികളെ, ഞാൻ പഠിപ്പിച്ച സന്മാർഗത്തെ അവർ പിൻപറ്റുകയില്ല. സിനിമ ഹറാമെന്ന് പറഞ്ഞു, ഹലാലാക്കിയവരെ കൊണ്ടുവരും. വ്യഭിചാരം ഹറാമെന്ന് പഠിപ്പിച്ചു, ഹലാലാക്കിയവരെ കൊണ്ടുവരും. പൂക്ക വലിക്കലും മദ്യപിക്കലും ഹറാമെന്ന് ഞാൻ പഠിപ്പിച്ചു, അത് ഹലാൽ എന്ന് പറഞ്ഞവരെ കൊണ്ടുവരും. പരതയിട്ട് ഇസ്ലാമിക വേഷത്തോടെ നടക്കണമെന്ന് ഞാൻ പഠിപ്പിച്ചു, പരത വേണ്ട, പാശ്ചാത്യന്മാരെ പോലെ ഇന്നറിട്ട് നടന്നോ എന്നവർ പറയുമത്രേ. അതാണ് ലാ യഖ്തദൂന ബിഹദീ, എന്റെ ഹിദായത്തിന്റെ വഴികളെ അവർ പിൻപറ്റുകയില്ല. വലാ യസ്തന്നൂന ബിസുന്നതി, ഞാൻ സുന്നത്തായ മാർഗങ്ങൾ എന്താണോ പഠിപ്പിച്ചത് ആ സുന്നത്തിൽ നിന്ന് അവർ വ്യതിചലിക്കുകയും ആ സുന്നത്തായ മാർഗത്തെ അവർ അവഹേളിക്കുകയും അതിനെ പുച്ഛിച്ചു തള്ളുകയും ചെയ്യുമത്രേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഫമൻ സദ്ദഖഹും ബികദിബിഹിം, അവർ കൊണ്ടുവരുന്ന ആ വ്യാജവാദത്തെ ആരെങ്കിലും അംഗീകരിച്ചാൽ, വഅആനഹും അലാ ദുൽമിഹിം, അവരുടെ അക്രമത്തെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ എന്ന് പറഞ്ഞാൽ, സിനിമാ തിയേറ്റർ ഓപ്പൺ ചെയ്തപ്പോ ആണും പെണ്ണുങ്ങളും കൂട്ടം കൂട്ടമായി അതിനെ പ്രതിരോധിക്കുന്നതിന് പകരം, അത് കാണാതിരിക്കേണ്ടതിന് പകരം, ആര് അതിലേക്ക് പോയി അത് കാണാനും അതിന് പ്രചോദനം നൽകാനും പ്രോത്സാഹനം നൽകാനും ആര് തയ്യാറായാൽ, ഉലൈക ലൈസൂ മിന്നീ വലസ്തു മിൻഹും. ലോകത്തിന്റെ മുത്ത് ഏതൊരു മണ്ണിൽ നിന്നാണോ പറഞ്ഞത് അതേ നാട്ടുകാർക്ക് തിരിച്ചടിയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വാക്ക്. അങ്ങനെ ആ വിഡ്ഢികളായ ഭരണാധികാരികളെ സഹായിക്കുന്നവർക്ക് അവരെന്നിൽ പെട്ടവരുമല്ല, ഞാൻ അവരിൽ പെട്ടവരുമല്ല. വലം യരിദൂ ഹൗദി, എന്റെ ഹൗദിന്റെ അരികിൽ അവർ വരികയില്ല, എന്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം അവർ കുടിക്കുകയുമില്ല.